ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദു വ്ളോഗ്സ് ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വ്ളോഗ് എടുക്കേണ്ട മൂഡൊന്നുമില്ല, എന്നാലും ഇന്ന് ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിക്കാമല്ലോ വേണ്ടിയിട്ടാണ്. ഇന്ന് പ്രിൻ്റ് എടുക്കുന്നത് മാത്രമല്ല, നാളെ എനിക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ എന്താ പറയുക, ബിസിനസ് അതിൻ്റെ ഒരു വ്ളോഗായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കാണുക. ക്ലാസ്സില്ല ഇന്ന്, അതുകൊണ്ടാണ് എല്ലാം സെറ്റാക്കാൻ പോകണം. ഇന്ന് വാലൻറ്റൈൻസ് ഡേൻ്റെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് അധികം ഓർഡറെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കാണാം, സെറ്റാക്കാം. നിങ്ങൾക്ക് മറത്തിട്ടുണ്ടാവില്ല ഗേസ് എൻ്റെ എന്താ പറയുക പ്രിൻ്റ് എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ കണ്ടിട്ട്. എനിക്ക് കണ്ടൻറ്റ് ഒന്നും അറിയില്ല ഗേസ്. നിങ്ങൾ കണ്ടൻറ്റൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഞാനത് സെറ്റാക്കാം. വാലൻറ്റൈൻസ് ഡേൻ്റെ ഓഫർ ആയതുകൊണ്ടാണ് ഗേസ് കുറച്ച് അധികം ഓർഡർ ഉള്ളത്. എനിക്കാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. അയ്യോ ഞാൻ അതൊക്കെ എങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇങ്ങനെ വേണ്ടിയിട്ട് 2 ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത്. കൊച്ചിക്കുളം കണ്ടോ ഗൈസ്, ഇവിടെയാണ് എൻ്റെ അനിയനും പിള്ളേർക്ക് മീൻ പിടിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അവിടെ ഇരിക്കാനുള്ള ബസ് സ്റ്റോപ്പ് പോലും ഇല്ല ഗൈസ്. അത് ഞങ്ങളുടെ സ്റ്റോപ്പാണ്, പക്ഷെ ഇരിക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല. അവിടെ വെയിൽ കൊണ്ട് ഞാൻ അവിടെ തണുപ്പത്തിൽ നിൽക്കുകയാണ്. പ്രിൻ്റ് എടുക്കാൻ പോയിട്ട് വന്നു, പക്ഷേ പ്രിൻ്റ് എടുത്തത് ഫസ്റ്റ് തെറ്റി. 2ാം പ്രാവശ്യം കൂടെ പോയി പ്രിൻ്റ് എടുക്കണം ഗൈസ്. ഇനി അടുത്തത് ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന കടയിൽ നിന്ന് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ കോടി എടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വെയിലേ ഇല്ല. അങ്ങനെ ഞാൻ വട്ടേക്കാട് ഇറങ്ങി. അവിടെ നിന്നതാ നിങ്ങൾക്കറിയില്ല ഗൈസ്, ഞാൻ വെളിയിൽ ഇറങ്ങിയുള്ള അവസ്ഥ. വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങാൻ പറയുന്നു. ഓയിലും വെളിച്ചെണ്ണ ഇന്ന് എന്നോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അത് വാങ്ങി. പിന്നെ ഫസ്റ്റ് പ്രിൻ്റ് എടുക്കാൻ പോയി ഗൈസ്. അവിടെ നിന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു A4 ഫ്രെയിം ആയിരുന്നു. അതിൽ അറബി എന്തൊക്കെ എഴുതാനുള്ളതായിരുന്നു. നമുക്കാണെങ്കിൽ അറബിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊരിക്കൽ ചെയ്ത് തെറ്റി. പിന്നെ 2ാം പ്രാവശ്യം പോയി എല്ലാം ഗൂഗിളിൽ നിന്നൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് അങ്ങനെ അതും സെറ്റാക്കി. അപ്പോൾ വയ്യ ഗേസ്, ഇനിയും വീട് വരെ നടക്കണം. പിന്നെ ഇന്നത്തെ ഡേയിൽ ഇത്രയാണ് ഗേസ്. പിന്നെ വൈകുന്നേരത്തെ ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വാങ്ങാൻ പോകണം. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നാളെ സ്റ്റുഡിയോയ്ക്ക് പോകണം. പക്ഷേ അനിയന് ഉണ്ടായിരുന്നില്ല ഗേസ്. അനിയന് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എന്തൊക്കെയോ വാങ്ങാൻ പോകണമായിരുന്നു, അതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ നാളെ അവൻ ഫ്രീ ആണ്, അപ്പോൾ അവനെയും കൂട്ടിയിട്ട് പോകാം. പാലക്കാടാണ് പോകണം, കാരണം ബിസിനസ്സിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ സ്റ്റുഡിയോയ്ക്ക് പോകണം. അനിയനെ വിളിച്ചിട്ടാണ് പോകാൻ പ്ലാൻ. അവൻ വരുമെന്ന് എനിക്കറിയില്ല. 2 പ്രാവശ്യം പറഞ്ഞ് വരുമായിരിക്കും തോന്നുന്നു. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് പോകാം. അങ്ങനെ എല്ലാം കൂടി വീഡിയോ ആക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ ബൈ ഗൈസ്, നമുക്ക് വൈകുന്നേരത്ത് കാണാം. പറഞ്ഞില്ലേ ഫ്രെയിം എടുക്കാൻ പോകണമെന്ന്. ഒരാളിനെ വിളിച്ചാൽ മതി. ഇതാ വന്നു, എല്ലാം കൂടി വന്നു. ഒരാളുണ്ട്, അവൻ അവിടെ ഉറങ്ങുകയാണ്. ഇക്കോടു ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. A4 ഫ്രെയിം 2. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ബസ്സിലാണ് കൊണ്ടുവരുന്നത്. ഒരാളെ വിളിച്ചാൽ മതി. ഇതാ വരും, ടീംസാണ്, ഒക്കെ വരും. ഇക്കടെ ഉറങ്ങുകയാണല്ലേ, അതുകൊണ്ട് ആ. അപ്പോൾ കാണാം ഗൈസ്. നല്ല വെയിലില്ലേ ഗൈസ്. നിങ്ങൾ എൻ്റെ ഒരു വ്ളോഗിൽ കണ്ടിട്ടില്ല ആ മരം, നല്ല ഭംഗിയുള്ള മരം. അതോ നമ്മൾ 4 പേര് റെഡ് കളറ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ 4 പേര് റെഡ് കളറില്. അതോ ശരിക്കും കാണുന്നത് 4 പേര് റെഡ്. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരേ കളർ വന്നു പിച്ച് അങ്ങനെ എന്തൊക്കെയോ ചെയ്യില്ലേ. അങ്ങനെ എന്തോ ഉണ്ട് കേസ്. അയ്യോ വെയില് കുത്തണു. വേഗം പോവാ. പിള്ളേർ പറഞ്ഞ എന്താ അമേരിക്കൻ പക്ഷി. എന്ത് കളറാണ് അമേരിക്കൻ പക്ഷി? ഇവിടെയാണ് അബിയിട്ട് മീൻ പിടിച്ചതെന്ന്. അതാ കള്ളിച്ചപ്പം നോക്ക് നമ്മുടെ ഗേസ്. ഫസ്റ്റ് ഈ പാലത്തോടെ ബസ് വരുന്നതാണ്. അപ്പോൾ അവിടെ പാലെന്തോ പിന്നെ പണിനേരക്കണം കൊണ്ട് ഒരു ചുരുക്ക് വഴി കൂടെ വരികയാണ്. സൈഡിൽ നിൽക്കുക, സൈഡിൽ നിൽക്കുക. എന്നോട് അവിടെ നല്ല വെയിൽ കേസ്. ഇത് ബസ് സ്റ്റോപ്പൊന്നല്ല, ഞങ്ങളുടെ അലനങ്ങാടിയാണല്ലേ. രാജേട്ടൻ ഇവിടുത്തെ അലനങ്ങടൻ്റെ ഉടമ. നല്ല തണുപ്പുണ്ട് കേസ് അവിടെ ഇരിക്കാൻ. ഒരാളെ കൊണ്ട് പറയണ വീഡിയോ ഒക്കെ എടുത്തോണ്ട് നമ്മളെ വീട്ടിലേക്കുന്ന ഡ്രസ്സല്ലേ വരണന്ന്. അതിലെന്താണ് നമ്മള് വീട്ടിൽ എന്തൊക്കെ ഇടയില് കേസ്. എന്ത് നമ്മുടെ ഏരിയ തന്നെ വീട്ടിൽ വരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വ്ളോഗ് എടുക്കണ പറയണം. അതിനിപ്പോൾ എന്താണ് ഇപ്പം നല്ല വെയിൽ വേണ്ടിട്ട് ഞങ്ങളിവിടെ ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കണം. ഇങ്ങോട്ട് വാ.
ഗേസ് ഞങ്ങളുടെ ഇവിടെ മരത്തിന് അങ്ങോട്ട് പോവാണ് കളിഷോപ്പിൻ്റെ അടുത്ത്. അയ്യോ എന്താ വെയില്. അങ്ങനെ ഇതാണ് ഫ്രെയിം. ഓർഡർ ചെയ്തിട്ട് നമ്മൾ ബസ് കൊടുത്ത് വിട്ടാണേ. അവർ കണ്ടക്ടർ ജസ്റ്റ് തമാശക്ക് ഫോൺ ഇതാ പറഞ്ഞ ഈ ഇങ്ങനെ എൻ്റെ ഫോൺ അയാൾക്ക് കൊടുക്കാൻ നിൽക്കണോ? ആന്ന് അയാൾ ഫോണിതാ ഫസ്റ്റ് തരില്ല പറഞ്ഞു. അപ്പം നിങ്ങൾ ജസ്റ്റ് തമാശക്കാണ്. വേണം പറഞ്ഞേ ഇപ്പം തന്നു. അയാൾ വേറെ കണ്ടക്ടറാണ്. ഇവിടെ അയാളെ ഫോൺ ഇതാ പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ ഫോൺ കൊടുക്കാൻ നിൽക്കണോ? എൻ്റെ ഇപ്പുറത്ത് വാ, സൈഡോടെ നിൽക്ക്. അങ്ങനെ ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. ഇനി നാളെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പാലക്കാട് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇവിടെ സൺഡേ ആണ് കേസ്. എവിടെ പോയാലും ഇവർ സൺഡേ തന്നെ. ഞാൻ പോകും നീ വരും. എവിടെയും പോകണം പറഞ്ഞത് തന്നെ. ഞാൻ പോകും നീ പോകും ഞാൻ വരണം. എവിടെ പോയാലും സൺഡേ തന്നെ. പിന്നെ ഞാനാണ്. അപ്പം നമ്മളല്ലേ സൺഡേ നോക്കണം. എവിടെ പോകണ? ആര് കളിക്കാൻ പറഞ്ഞു? ഇവര് ഒക്കെ ഒന്നിനൊന്നും മെച്ചമാണ് കേസ്. കുടുംബക്കാര് ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമാണ്. പ്രിയങ്ക ചേച്ചിന്റെ ഡബിൾ ഇരട്ടിയാണ്. അല്ലെ പ്രിയങ്ക ചേച്ചി ഉണ്ട് കുറച്ച് കേടി അല്ലേ? വ്ളോഗ് കാണുമ്പോൾ ആയിത്തന്നെ പറയും പ്രിയങ്ക ചേച്ചി കുറച്ച് കേടിയാണ് ചെറുപ്പത്തിൽ. ഗൈസ് ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്ര ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ആർട്സ്ഫുൾ ഫ്രെയിം 00. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഓർഡർ എല്ലാം സെറ്റാക്കി തരാം. ഈ ഫേസ് ഞാനിങ്ങനെ സ്മൈൽ വെച്ചിരിക്കുന്നത് അവൻ്റെ ഫേസ് ഒന്ന് റിവീൽ ചെയ്യേണ്ടാവട്ടാണ്. അതൊക്കെ അവർ തന്നെ ചെയ്യും ഗൈസ്. ഹായ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ പകുതി വ്ളോഗ് എടുത്തിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് രണ്ടാമത്തെ ദിവസമാണ് ഗൈസ്. അപ്പോൾ സ്റ്റുഡിയോയ്ക്ക് പോകണം. അനിയൻ വരുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഒരു ഫ്രെയിം ഓർഡർ കൊടുക്കാനുണ്ട്. A4 ഉണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ ഞാനൊരു കുറച്ച് കേട് വന്നു എന്ന്. അതായത് ചെയ്തിട്ട് മിസ്റ്റേക്കായി പറഞ്ഞില്ലേ, അത് ഇന്ന് ഓർഡർ കൊടുക്കുകയാണ് ഗൈസ്. അനിയൻ ബാക്കിൽ വരുന്നുണ്ട്. കാണണ്ടോ എന്തോ വരുന്നുണ്ട് ഗൈസ് അനിയൻ ബാക്കിൽ. രാവിലെ തന്നെ നല്ല വെയിലും ഒരു എന്താ പറയുക കുറച്ച് മഴ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കേസ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വ്ളോഗ് നമുക്ക് സെറ്റാക്കാം. ഇന്നത്തെയും കൂടെ ആക്കിയിട്ട് ഇന്നത്തെ കേസ് നാളെ എൻ്റെ കുറച്ച് ഈ ഫ്രെയിം കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ മൊത്തത്തിൽ ബിസിനസ് ബ്ലോഗായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കാണുമല്ലോ ഒരാളെ നടന്നു വരുന്നത്. അതാണ് എൻ്റെ അനിയൻ. അപ്പോൾ സെറ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തിട്ട് വരുമ്പോൾ ബാക്കിൽ ഇങ്ങനെ കീക്കി, അതായത് ഞാൻ വട്ടിക്കെട്ട് നടന്നു വരുമ്പോൾ ഒരാളിങ്ങനെ കീക്കി അടിച്ചില്ലേ, അതെൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ് ഗേസ്. ആരും തെറ്റിദ്ധരിക്കണ്ട. അത് പറയാൻ മറന്നു. എന്തായാലും വ്ളോഗ് കാണുമ്പോൾ അതാരാണ് അങ്ങനെ വേണ്ടി ചോദിക്കുമല്ലോ. അതാണ് ഗേസ്. ഇതാണ് ഓർഡർ. എൻ്റെ ജൂനിയർ തന്നാണ്, രാജേഷിലെ ജൂനിയർ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഗേസ്. ആർട്സ്ഫുൾ ഫ്രെയിം 00 മെസ്സേജ് സെറ്റാക്കി തരാം ഞാൻ ഗേസ്. അങ്ങനെ മൈതാനത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് പോകണം ഗേസ്. മൈതാനത്തിൻ്റെ അവിടുത്തെ സ്റ്റുഡിയോ ആണ്. നല്ല വെയിൽ. നല്ല കളക്ഷൻ ഉണ്ട് ഗേസ് സ്റ്റുഡിയോയിൽ. ഗേൾസിനൊക്കെ അടിപൊളിയാണ്. ഗേസ് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എന്താ പോയത് വെച്ചാൽ ഒരു പെർഫ്യൂം ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. നല്ല സ്മെല്ലാണ് ഗേസ്. ഇനി ഞങ്ങൾ മൈതാനത്തിൻ്റെ സ്റ്റേഡിയത്തേക്ക് പോവാണ്. കുറച്ച് നടക്കുക, ബസ്സിൽ പോകാം അല്ലെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എപ്പോഴും സ്ഥിരം കസ്റ്റമർ കടയിൽ പോകണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് സാധനങ്ങളും കൂടി എടുക്കണം. വേറെ ഓർഡർ ഉണ്ട്. ഞാനങ്ങനെ ബസ് കയറി കേസ്. ഇത്രയും സാധനങ്ങളുണ്ട്. അതും പോരാണ് എൻ്റെ ബാഗിലോട്ട് വെച്ചിരിക്കുകയാണ്. അയ്യോ വയ്യ കേസ്. എൻ്റെ പ്രിൻ്റ് എടുക്കാനൊക്കെ പോകണം. വിശന്നിട്ട് വയ്യ. വെയിൽ കേസ്.
വന്നിരിക്കുകയാണോ വിശക്കുന്ന കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പ്രിൻ്റ് എടുക്കാൻ പോകണ്ട. അനിയനെ വന്നതല്ലേ പാവം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രിൻ്റ് കൊടുത്ത് ഗേസ് ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അനിയൻ കൊല്ലം കൂടെ നിൽക്കുകയാണ് ഗേസ് പാവം. ഗേസ് ഇപ്പോൾ ഞങ്ങളതാ ബസ് ഇറങ്ങി. എന്താ വെയിലല്ലേ. ഇക്കൂട് പാവം എൻ്റെ ഇക്കൂട് രാവിലെ ഞാൻ റെഡിയായി നിൽക്കുമ്പോൾ വീട്ടിലേക്ക് വന്നു ഗേസ്. അവൻ എൻ്റെ കൂടെ വരണം പറഞ്ഞാണ്. പാവം അവൻ്റെ കൂടെ വന്നതാണ്. വയ്യാണ്ടായിട്ടുണ്ടോ. ഞാൻ വീഡിയോ എൻ്റെ ആക്കുന്നില്ല ഗേസ്, കാരണം ഈ സാധനങ്ങളൊക്കെ ഞാൻ നാളെ എന്താ പറയുക ഡെലിവറി ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് ബോക്സ് വന്നിട്ട് ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ, അതൊന്ന് വടക്കഞ്ചേരി തോട്ടണം. അതൊന്ന് നെമ്മാറയിൽ നാളെ കൊണ്ട് കൊടുക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗേസ്, ചെറുപ്പം മുതൽ പഠിച്ചതാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൾ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്, അതും കൂടി നാളെ കൊടുക്കണം. അത് കോവിലമുക്കിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നെമ്മാറയ്ക്ക് പോകണം. അപ്പോൾ അതെല്ലാം കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം ഗേസ്. ശരി, വീട്ടിലേക്ക് പോട്ടെ ഞാൻ. ബായ്. പിന്നെ അനിയനെ കൊണ്ടുപോയത് നല്ലൊരു കാര്യമായി ഗേസ്. പാവം അവ അവിടെ പിടിച്ച് നടക്കണതാ. ഇതും പോരാണ്ട് എൻ്റെ ബാഗിലുണ്ട് ഗേസ് ബോക്സ് കാര്യങ്ങളൊക്കെ. വയ്യ. ഞങ്ങളെല്ലാവരും ഇന്നലത്തെ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഗേസ്. ഇത് വന്നിട്ട് ഇന്നത്തെ ഓർഡറാണെന്ന് ഞങ്ങൾ പാലക്കാട് പോയിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങി സെറ്റാക്കിയതാണ്. ഇതിൽ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. ഹാമ്പറാണ് ഗേസ് ഇങ്ങനെ തൂക്കാനുള്ളത്. ഇതുകൊണ്ട് സാധാ ഗിഫ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോത്തെ പെർഫ്യൂം. അയ്യോ അടിപൊളി സ്മെല്ലാണ് ഗേസ്. ഇത് A3ൻ്റെ ഫ്രെയിമാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രെയിം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാ ID. വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ സെറ്റാക്കി തരാം ഗേസ്. ഹേ ഗേസ്, അങ്ങനെ ഞാൻ ഇതെല്ലാം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് ഗേസ്. നെമ്മാറയ്ക്ക് പോകണം. പിന്നെ ഇതൊന്ന് കോലാമൊക്കെ ഓർത്തിട്ട് ബാക്കിയൊന്ന് നെമ്മാറയ്ക്ക് കൊടുക്കാനാണ് ഗേസ്. അപ്പോൾ കാണാം. നല്ല വെയിൽ. എൻ്റെ ചന്ദനം കുങ്കുമ കണ്ടില്ലേ ഗേസ്, വെല്ലിസിൻ്റെ വീടിൻ്റെ കട്ട്ള വയ്ക്കുന്നതായിരുന്നു ഒന്ന്. അപ്പോൾ എന്നാൽ രാവിലെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം വന്നിട്ട് ഞാൻ വന്നതാണ് അതൊക്കെ ഡെലിവറി ചെയ്യാൻ. നല്ല കഷ്ടമുണ്ട് ഗേസ് ഈ ബിസിനസ് പറയുമ്പോൾ. കുറേ എത്തുന്നതിൻ്റെയൊക്കെ എത്ര രൂപ പൊട്ടിയെന്നറിയുള്ളൂ കയ്യിൽ നിന്ന്. പോകുന്നതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നത് അറിയണേ ഇല്ല. അതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. ഇപ്പോൾ ഒരു ഉണ്ടിയപ്പനെ കിട്ടി വെച്ചിട്ടുണ്ട്, സേവിങ്സാണ്. നമുക്കത് ഫുള്ളായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാമല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങാം. കള്ളിഷേപ്പ് ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ സ്കൈയൊക്കെ. ഗേസ് ഇപ്പോൾ പലിയൻമുക്കാണ് ഉള്ളത്. പലിയൻമുക്കല്ലേ, കോവിലമുക്കാണ് ഗേസ്. ഇത് ഗേസ് ഇപ്പോൾ പലിയൻമുക്ക് നിൽക്കുകയാണ് ഗേസ്. ഇനി ഇത് കൊടുക്കാൻ വേണ്ടി നെമ്മാറയ്ക്ക് പോകണം. അങ്ങനെ നിന്നിട്ട് നെമ്മാറ ബസ് മാത്രം വന്നില്ല ഗേസ്, എലവഞ്ചേരി ബസ് വന്നു. ഇവിടെ ആരുമില്ല, ശോകം ഗേസ്. അവിടെ കുറേ നേരം നിന്നിട്ടാണ് ബസ്സേ കിട്ടിയത്. നെമ്മാറ ബസ്സാണ് ഗേസ്. ഇനി നെമ്മാറ എത്തട്ടെ. ഗേസാണ് നെമ്മാറിൽ നിന്ന് ബസ് കയറി ഗേസ്. വീട്ടിലേക്ക് പോകണം. വട്ടേക്കാട് ഇറങ്ങിയിട്ട് അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. തിന്നാനും ഡയറി മിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗേസ്. പിന്നെ ഞാൻ വട്ടേക്കാട് ഇറങ്ങി വട്ടേക്കെട്ടിൽ നിന്ന് നടക്കണം ഗേസ്. വീട്ടിലേക്ക് നല്ല വെയിലുണ്ട്. കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഗേസ്. അയ്യോ ചുമക്കണം. വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ വീഡിയോയിൽ കാണാം ഗേസ്. ബൈ.